നമ്മളിപ്പോൾ ഇവിടെ ഫ്രൂട്ട് പ്ലക്കിങ്ങിന് വന്നതാണ്. ഇതുകൊണ്ട് കുഞ്ഞു ആപ്പിള് ഇവിടെ പറക്കരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പറിക്കാൻ പറ്റുന്നതിന് യെല്ലോ ഫ്ലാഗ് ഉണ്ടാവും. ഇത് പറക്കരുത്. പക്ഷെ നല്ല ചെറിയ ചെറിയ ആപ്പിള് ആയി വരുന്നേ ഉള്ളൂ. ഇത് ഫുൾ ആപ്പിൾ ലൈനാന്ന് തോന്നുന്നു. ഒരു എന്താ പറയുക, അസംബ്ലി ലൈനിൽ നിന്ന പോലെ നട്ടു വെച്ചിട്ടുണ്ട് ലൈനായിട്ട്. ഇതിങ്ങനെ ആവാൻ വേണ്ടി ഇവർ കമ്പിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ചുറ്റിനും. അപ്പോൾ ആ ഒരു ലൈനിലേ വളരും. പറിക്കാൻ പറ്റുന്ന ഒരു മഞ്ഞപ്രാഗം കാണുന്നില്ല ഇവിടെ. അവിടെ ആൾക്കാരുള്ള കുറച്ചൊരു തോട്ടം ഉണ്ടായിരുന്നല്ലോ, അതിൽ കയറി നോക്കിയാലോ? അത് മെമ്പേഴ്സ് ഉള്ളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഫ്രൂട്ട്സ് മാത്രമല്ല, ഇവിടെ കോഴി ഇതിൽ ഫുൾ അഴിച്ചു വിട്ടിട്ടുണ്ട്. എനിക്ക് തന്നെ കോഴിക്കാട്ടം വളമായിട്ട് അതും അവർ ഉപയോഗിക്കും തോന്നുന്നു. കോഴി മുട്ടയിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ മുട്ട എടുക്കാം. നമുക്ക് അതിനുള്ള വേറെ ഒരു പാക്കറ്റ് ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് പെറുക്കി നമ്മൾ എത്ര മുട്ട പെറുക്കുന്നോ അത് നമുക്ക് എടുക്കാം. അതിനുള്ള പൈസ കൊടുക്കാൻ അതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിട്ടുണ്ട്. ഇതുവരെ നമുക്ക് ഫ്രൂട്ട്സ് ഒന്നും കിട്ടിയിട്ടില്ല. കാലിയിട്ടുള്ള പാത്രമാണ് കിട്ടിയാൽ ഞാൻ അറിയിക്കാം. ഇവിടെ മഞ്ഞ ബോർഡ് കാണുന്നുണ്ട്. എന്താ സാന്റാന അങ്ങനെ എന്താണ് ഈ ആപ്പിൾ വെറൈറ്റിയുടെ പേര്. ഈ ആപ്പിളിൻ്റെ ലുക്ക് കണ്ടിട്ട് ഇതായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ ഇത് കുട്ടി ആപ്പിൾ ഇങ്ങനെയാണോ എനിക്ക് ഉറപ്പില്ല. ഇപ്പോൾ ഇവിടെ ക്രിസ്മസ് ട്രീ നട്ടു വെച്ചിട്ടുണ്ട്. ക്രിസ്മസ് ആകുമ്പം ഇവർ ഇതിൻ്റെ അടിയിൽ നോക്കിയാൽ കാണാം, ചട്ടിയോടെയാണ് വെച്ചിരിക്കുന്നത്. അപ്പം ഇനി ഇത് പ്രായമാവുന്ന സമയത്ത് ചട്ടിയോടെ എടുത്ത് അങ്ങ് വെക്കുമായിരിക്കും. പിന്നെ ഓരോന്നിനും ഇങ്ങനെ 5175 അങ്ങനെ ഓരോന്നിനും നമ്പറോ പേരൊക്കെ ഇട്ടിട്ടുമുണ്ട്. ക്രിസ്മസ് കാലമാകുമ്പം അത് ഒരു വിൽപ്പനയായല്ലോ. ഡ്രിപ്പ് ഇറിഗേഷനാണ് ഇവിടെ മൊത്തത്തിൽ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് മാനുവലി ആൾക്കാർ ഓരോന്നായിട്ട് പോയി നനയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് റെഡ് കറണ്ട് ആണെന്ന് തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല. പക്ഷേ ഇത് ഞങ്ങൾ എപ്പോഴും ലിറ്റിൽ കാണാറുണ്ട്. പക്ഷെ ഇതിന് പുളിയാണെന്നാണ് ഞാൻ അസ്യൂം ചെയ്യുന്നത്. അവിടെ നമ്മൾ വാങ്ങിക്കുന്നില്ല. പക്ഷെ ഇത് കഴിച്ചു നോക്കാനും പറ്റില്ല. ഇത് പ്ലക്ക് ചെയ്തതെന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷെ ഒരു പുളിയുള്ള സാധനമായിട്ടാണ് തോന്നുന്നത്. ഇപ്പോഴും നമ്മുടെ കൊട്ടകാരിയാണ്. ഫൈനലി നമുക്ക് പറിക്കാൻ പറ്റുന്നൊരു സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. ശരി, സാധാരണ നല്ല മധുര. ആ പഴുത്തത് നോക്കി പറിക്കാം. താഴെ നോക്കണം, കാരണം അതാ കുഞ്ഞു കുഞ്ഞു കോഴികളുണ്ട്. നല്ലയാ, പക്ഷെ കടയിൽ ഇതിനേക്കാൾ നല്ല എനിക്ക് കിട്ടാറുണ്ട്. പിന്നെ ഒരു രസത്തിന് ഇവിടെ നമുക്ക് കുറച്ച് വാങ്ങിയിട്ട് പോവാം. ഫിഷൊക്കെ നിങ്ങളൊക്കെ മറ്റേ സാധനത്തോടു കൂടെ പറിച്ച് ഞാൻ കുറച്ചുകൂടെ ലാസ്റ്റ് ചെയ്യും തോന്നുന്നു. തണ്ടേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ തണ്ടുണ്ടാവാറില്ലല്ലോ. അതൊന്നും ചെയ്യില്ല.
പെയറ്, ആപ്പിൾസ് അതൊന്നും ആയിട്ടില്ല. മേ ബി സീസൺ ആവുന്നതേ ഉണ്ടാവുള്ളായിരിക്കും, അല്ലെങ്കിൽ ഇപ്പം എല്ലാം ലേറ്റ് ആയിട്ട് ആവുന്നതായിരിക്കും. ഇവിടെ വന്നാൽ നമുക്ക് നമ്മൾ ആക്ച്വലി 4 കൊട്ടയൊക്കെ എടുത്താൽ ഞാൻ വെച്ച് ഒന്ന് ആപ്പിൾ എടുക്കാം, ഒന്ന് പെയർ എടുക്കാം, ഒന്ന് ചെറി എടുക്കാം, ഒന്ന് സ്ട്രോബെറി എടുക്കാം. ഇല്ല, എല്ലാവരുടെ കയ്യിൽ ചെറി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒന്നിന് മാത്രം ഒരു ഫണ്ടിന് വേണ്ടി കുറച്ചൊക്കെ വാങ്ങി പൈസയൊക്കെ കൊടുത്ത് അങ്ങ് പോവാം. ഇതിനേക്കാളും നല്ലത് സൂപ്പർ മാർക്കറ്റിൽ കിട്ടും. പക്ഷെ ഇതൊക്കെ രസമല്ലേ ഇങ്ങനെയൊക്കെ പറയാം. എനിക്കും നാട്ടില് മാങ്ങയൊക്കെ പറിക്കുന്നതില് ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ തോന്നണ്ടേ. നമ്മൾ ഇവിടുന്ന് പറിച്ച സാധനം ഇപ്പോൾ ആയിരിക്കുന്ന 2 ബോയ്സിനെ കണ്ടില്ലേ, അവരുടെ കൈ കൊടുക്കും. അപ്പോൾ അവർ അതിൻ്റെ വെയിറ്റ് നോക്കും. എന്നിട്ട് അവർ പറയും എത്ര രൂപയായിട്ടുണ്ടെന്ന്. ഒന്നിക്ക് ഇവിടെ പൈസ അടയ്ക്കേണ്ടി വരും, അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് പുറത്ത് പൈസ അടയ്ക്കേണ്ടി വരും. പോയി നോക്കാം. കാര്യം നമ്മൾ കുറേ എക്സ്പെക്ട് ചെയ്തെങ്കിലും ഞാൻ വിചാരിച്ചു ഇവിടെ ബ്ലൂബെറി ഉണ്ടാവും, റാസ്ബെറി ഉണ്ടാവും, സ്ട്രോബെറി ഉണ്ടാവും. അതൊക്കെ അന്വേഷിച്ചിട്ട് വേണമായിരുന്നു വരാൻ. അപ്പോൾ കുറച്ചൊന്ന് പെട്ടത് കുഴപ്പമില്ല. നമുക്ക് ചെറി കിട്ടിയിട്ടുണ്ട്. ബാക്കി 4 കൊട്ടയും കാലിയാണ് ഗൈസ്. അപ്പോൾ കുഴിയുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ സീസണലായിട്ടാന്ന് തോന്നുന്നു. എല്ലാം ആണല്ലോ, സീസണൽ ഫ്രൂട്ട്സ് ആണല്ലോ. അപ്പോൾ ഇപ്പം ചെറിയുടെ സീസണാണ്. പിന്നെ ഇവർ ഗൂസ്ബെറി എന്ന് പറഞ്ഞു. ആക്ച്വലി ഗൂസ്ബെറി എന്നല്ല, ഇവരെ നെല്ലിക്കയില്ലേ, നെല്ലിക്ക സാധനമുണ്ട്. നമ്മൾ ചെറി മാത്രമേ വാങ്ങിയുള്ളൂ. ഇനി നമുക്ക് പുറത്ത് പോകുന്ന വഴിക്ക് ഇവിടെ തന്നെ കൃഷി ചെയ്ത കുറച്ച് പച്ചക്കറികൾ, ഇപ്പോൾ പൊട്ടറ്റോ, സ്വീറ്റ് പൊട്ടറ്റോ, അങ്ങനത്തെ ഓരോ സാധനം. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ വാങ്ങിക്കാം. കാറൊക്കെ ഉള്ള ആൾക്കാർക്ക് നല്ല സുഖം. സാധനമൊക്കെ വാങ്ങിയിട്ട് നേരെ ഡയറക്റ്റ് ഫ്രം ദ ഫാം പോവാം. നമുക്കിപ്പോൾ ഇത് മാത്രം ഫാം ടു ടേബിൾ. അതൊക്കെ എങ്ങനെ വീട്ടിലേക്ക് വിടാം. നമ്മൾ എടുത്ത സാധനം തിരിച്ചു വയ്ക്കുകയാണ് ഇവിടെ. ഫ്രഷ് ജ്യൂസ് ഇവിടുന്ന് ഉണ്ടാക്കുന്നത് അടിച്ചു തരുന്നതാണെന്ന് തോന്നുന്നു. ഇത് ആപ്പിൾ ആൻഡ് സ്വാർട്ട് ജ്യൂസ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക്ബെറി. ഇത് രണ്ടും കൂടെ 80% ആപ്പിൾ, മറ്റേതും വെള്ളം എനിക്കത് അടിച്ചു തരാൻ തോന്നുന്നു. അങ്ങനെ ഒരു 5-6 ടൈപ്പ് ജ്യൂസ് ഉണ്ട്. നമുക്ക് ഏത് വേണമെങ്കിലും കുപ്പിയോടെ എടുക്കുകയും ചെയ്യാം. പാസ്ത വലിയ സക്സസ്ഫുൾ ആയെന്ന് വെച്ചാൽ അത്ര സക്സസ്ഫുള്ളായി ഞാൻ കരുതില്ല. കുഴപ്പമില്ലായിരുന്നില്ല. നമ്മൾ സാധനമൊക്കെ വാങ്ങി, ചെറിയ വാങ്ങി, നമുക്ക് കിട്ടില്ല. പിന്നെ ഒരു നല്ല ബൈക്ക് റൈഡായിരുന്നു. അങ്ങനെയൊക്കെ വിചാരിച്ച് നമുക്ക് സംഭവം കഴിയുമ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് ലിഡിലിൽ കയറിയിട്ട് കുറച്ച് ജ്യൂസും അവിടെ നല്ല അടിപൊളി സ്ട്രോബെറീസ് കണ്ടിരുന്നു, ഡച്ച് സ്ട്രോബെറീസ്. അതും കൂടെ വാങ്ങി നമുക്ക് എവിടെയെങ്കിലും നല്ല സ്ഥലത്ത് പോയി നിന്ന് നമുക്ക് ഫാമിൽ നിന്ന് അധികം ഫ്രൂട്ട്സ് കിട്ടാത്തതിൻ്റെ വിഷമം മാറ്റേണ്ടിയിട്ട് നമ്മൾ ലിഡിൽ നിന്ന് നല്ല അടിപൊളി സ്ട്രോബെറീസ് വാങ്ങി. സ്ട്രോബെറി കഴിക്കാൻ ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട്. എനിക്ക് പേടിയാണ്. ഇവരുടെയൊക്കെ കാലിൽ കണ്ടോ ടാഗ്. അപ്പം നമ്മൾ ഇവരെ പറിച്ചിട്ടുണ്ടെങ്കിൽ പറിച്ച് പിടിച്ച് തിന്നിട്ടുണ്ടെങ്കിലോ ഇവരിവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിലോ ഗവൺമെൻറ് അല്ലെങ്കിൽ ഹൂവർ ഇവരെ ടേക്ക് കെയർ ചെയ്യുന്ന ആൾക്കാർക്ക് അത് അറിയാൻ പറ്റും. പിന്നെ നമ്മൾ ഒരു ജ്യൂസും വാങ്ങിയിട്ടുണ്ട്. നമുക്ക് സ്ട്രോബെറിയും ജ്യൂസും പാസ്തയൊക്കെ കഴിച്ച് കുറച്ച് നേരം നമ്മുടെ വെസ്റ്റർ പാർക്കിൽ ചില്ല് ചെയ്യാം.